വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ കാരുണ്യഭവനം പദ്ധതിയിൽ ചേലരി പാട്ട് നിർമ്മിച്ചു നൽകുന്ന വീടിന് MV ഗോവിന്ദൻ MLA കല്ലിട്ടു. ഭാവിയിൽ എല്ലാവർക്കും വീടുള്ള നാടായി കേരളം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ കാരുണ്യഭവനം പദ്ധതിയിൽ ചേലരി പാട്ട് നിർമ്മിച്ചു നൽകുന്ന വീടിന് MV ഗോവിന്ദൻ MLA കല്ലിട്ടു. ഭാവിയിൽ എല്ലാവർക്കും വീടുള്ള നാടായി കേരളം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണ് കേരളത്തിൽ ഉള്ളത്. ലോകത്ത് ഏറ്റവും നന്നായി ആതുര ശുശ്രൂഷ നൽകുന്ന നാടാണ് കേരളം. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് നൽകുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി ചടങ്ങിൽ അധ്യക്ഷനായി. ഷാർജ ധന്യ ഗ്രൂപ്പ് GM ബിജു സോമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമള, ഏരിയ കമ്മിറ്റി അംഗം KV പവിത്രൻ, ലോക്കൽ സെക്രട്ടറി K അനിൽകുമാർ, വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ എന്നിവർ സംസാരിച്ചു. CPIM ഏരിയ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും സജിത്ത് K പാട്ടയം നന്ദിയും പറഞ്ഞു. ജോൺ മത്തായി ആണ് ചേലരി പാട്ടയത്തെ എടക്കൈ വ്യൂവേഴ്സ് സൊസൈറ്റിക്ക് സമീപം സജിത്ത് K പാട്ടയത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതി ലൈഫ് മിഷന്റെ ഭാഗമായി വീടില്ലാത്ത ആളുകൾക്കൊക്കെ വീട് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെ ബോംബ് സ്ഫോടനം നടന്ന മണ്ണപുരത്തെ ആ പ്രദേശത്ത് പോകുന്നതിന് വേണ്ടി രാവിലെ അവിടെ നിങ്ങോട്ട് തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പോൾ നേരെ അവിടെ പോയി. സ്ഫോടനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സ്ഫോടനം തന്നെയാണ്. ഒരു വീട് പൂർണ്ണമായിട്ടും അടർന്നുപോയി. അടർന്നുപോയപ്പോൾ അവർക്ക് ജനതകൾ പറഞ്ഞത് ശരീരമെല്ലാം ഛിന്ന ഭിന്നമായി പോയി എന്നാണ്. അതൊക്കെ വെറുതെ വളരെയാണ്. കാരണം അയാൾ ഈ ബോംബെല്ലാം ഉള്ള കെട്ടിടത്തിൻ്റെ വേറൊരു ഭാഗത്ത് പുതുതായി നിർമ്മിച്ച മറ്റൊരു ഓട് ഉള്ളവരാണ് അദ്ദേഹം കിടക്കുന്നത്. ഒരു കട്ടിലും കിടക്കുന്നതും അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് 2 റൂമും വാർപ്പിന് ഭാഗമായി ഉണ്ടാക്കിയിരുന്നു. അത് പൊളിഞ്ഞു പോയിട്ടില്ല, അത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. പക്ഷേ ഈ സ്ഫോടനത്തിൻ്റെ ശക്തിയിലേക്ക് കല്ലും മണ്ണും എല്ലാം കൂടിച്ചേർന്ന് ഇദ്ദേഹം കിടക്കുന്ന മുറി പൂർണ്ണമായിട്ട് മൂടി. യഥാർത്ഥത്തിൽ പോലീസുകാർ നോക്കിയപ്പോൾ ഇവിടെ ശവശരീരം 2 ആളുണ്ടെന്നാണ് ആദ്യം ധരിച്ചിരുന്നത്. ഒരാളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പിന്നെ മനസ്സിലായി. ശവശരീരം എവിടെയാണ് ചിന്തിച്ചു കയറി പോയിട്ടുള്ളതൊക്കെയാണല്ലോ വാർത്ത. ഇതിങ്ങനെ 1:55 1:55 വലിയ സ്ഫോടനമായി. ആ സാധനങ്ങളെല്ലാം ഇയാൾ മേലെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ മരിച്ചുപോയത്. അതിന് തൊട്ട് താഴെ 2 വീടുണ്ട്. ആ 2 വീടിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം തകർന്നുപോയി. അത്ര വലിയ സ്ഫോടനമാണ്. ദുരൂഹമാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു വീട്. ഞാനവിടെ പോയി അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? അറിയില്ല, ആർക്കും അറിയില്ല. എപ്പോഴൊക്കെ വരും, രാത്രിയൊക്കെ വന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പോകും. ആരുമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. വാടകയ്ക്ക് താമസിക്കുകയാണ്. 2016 ഇതേപോലെ തന്നെ ഒരു സ്ഫോടനം നടത്തിയ അതേ വ്യക്തി തന്നെയാണ് ഈ വീടും വാടകകൾ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവം നടന്നത്. നമ്മുടെ പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ്, മൊറാഴിയുടെ അടുത്ത ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കീഴറ എന്ന് പറയുന്ന ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത്. അതുകൊണ്ട് ഞാൻ നേരെ അവിടെ പോയി. അവരെല്ലാം കൂടി സംസാരിച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ട് വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എത്തുമെന്നുള്ളതുകൊണ്ട് വൈകുന്നേരം നമുക്ക് ഈ പരിപാടി പ്ലാൻ ചെയ്യാം.
എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചില സ്ഥാപനങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടത്താൻ തീരുമാനിച്ചു. ഏതാണ്ട് 6 മണിക്ക് ആവാവുന്നതാണ്. ഗവൺമെൻറ്റായി അവിടുന്ന് കൃത്യസമയത്ത് എത്തേണ്ടതാണ്. 1 മണിക്കൂർ മുമ്പേ എത്തുവരുന്നു. 4 മണിക്ക് എത്താവുന്നതാണ് പ്രതീക്ഷ. പക്ഷേ ഈ ഓണവും നേരത്തെ ടൈമിലെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കും പിന്നെ നമ്മളെപ്പോലെ എല്ലാ വഴിയും അങ്ങനെ കൃത്യമായിട്ട് അറിയുന്നതിലല്ലോ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് 1 മണിക്കൂറായി താമസിച്ചത്. ഇപ്പോഴും എളുപ്പ വഴിയെല്ലാം ഇവിടെ നയിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് കണ്ണൂർ വരെ പിന്നിട്ട് കഴിഞ്ഞു. വേഗം തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കൊണ്ട് ആവർത്തിക്കുന്നില്ല. ഞാനിവിടെ നമ്മളിവിടെ പോയാലും അല്പമാത്രത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ UK പോയപ്പോൾ UK അവരോട് പറഞ്ഞപ്പോൾ അവരൊരു വീട് കൊടുക്കാവും. അങ്ങനെയാണെങ്കിൽ തന്നെ പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് കാഞ്ഞിരക്കാടിനടുത്ത് നിർമ്മിച്ചു താക്കോൽ കൈമാറി. സമീക്ഷ എന്ന സംഘടനയാണ് അതിൽ പണം നോക്കിയത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഷാർജയിലുള്ള പരിപാടിക്ക് പോകുന്നത്. ലോക മലയാളി കൗൺസിലിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോകുന്നു. ആ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ ആയിട്ട് സംസാരിച്ച സന്ദർഭത്തിലേക്ക് ഇങ്ങനെ ശ്രീ ഗവൺമെൻറ്റായി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ്. ഒരുപാട് വീട് പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വീട് തളിപ്പുറം മണ്ഡലത്തിൽ പാവപ്പെട്ട ഒരാൾക്ക് നൽകുന്നത് നന്നായിരിക്കും എന്ന് പറയുകയാണ്. അത് സമ്മതിച്ചു. അപ്പോൾ സോമനും ഞാനും തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സമ്മതിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി ഞാനിവിടെ വന്നതിന് ശേഷം അതിനോട് ഞാൻ സംസാരിച്ചു. മറ്റേ വീട് അവിടെയാണ് കൊടുത്തത്, അങ്ങേ മേഖലയിലാണ് കൊടുത്തത്. അതിനാണ് ജോലിയും കൊണ്ടാകട്ടെ എന്നിട്ട് ഇവിടെ ഈ വൈദ്യുതി കൊടുക്കാൻ തീരുമാനിച്ചു. അതിനോട് നമുക്ക് അങ്ങനെ ഒരാളെ കൊടുക്കാനുള്ളത് സാങ്കേതികമായിട്ട് പല കാലങ്ങളിൽ ലൈഫിൻ്റെ കൂടി കിട്ടാതെ വരും. എന്നാൽ കൃത്യമായ സഹായം നൽകണമെന്ന് സമൂഹം തന്നെ അംഗീകരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ലൈഫിൻ്റെ കൂടി ഉത്തരം ചെയ്യാൻ സ്വന്തമായിട്ട് സ്വപ്നമാക്കാറില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ പാർട്ടിയൊക്കെയുള്ള നമ്മുടെ പ്രധാന സെക്രട്ടറി ഫെയ്ത്തിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു. നമ്മളൊന്ന് കുറേ അറിയിക്കുന്നില്ല, അദ്ദേഹത്തിന് നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു ചോദിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ അവിടെ ഷാർജയിലുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ അതിങ്ങനെ കുറെ മാസം നീണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നോട് അത് കൊടുക്കാം എന്ന കാര്യം ഈ തുടർന്നതായി സമ്മതിച്ചിട്ടുണ്ട്. നമുക്കൊരു തീയതി നോക്കി അതിൻ്റെ പണി ആരംഭിക്കാം എന്ന് ചൂണ്ടിക്കാണിച്ചു. സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരം ജന്മത്തലിയെ പോയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകൻ, ലോക മലയാളി സംഘടനയുടെ ഒരു സെക്ടറിൻ്റെ പ്രസിഡന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ സന്നദ്ധ അടിസ്ഥാനപ്പെടുത്തി ഒരു സന്നദ്ധ പ്രവർത്തനം തന്നെയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അത് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു എന്ന സ്വപ്നം ഏതാണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്കാവും. 4-5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ പണി ഏതാണ്ട് പൂർത്തി. ഇനിയിപ്പോൾ 1.5 ലക്ഷം രൂപ കൂടി കൊടുക്കാനുള്ള കടം നമ്മൾ വാങ്ങി ഗവൺമെന്റ്. 6 ലക്ഷം രൂപ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ
30 കോടി മനുഷ്യർക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഇടമില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. 30 കോടി മനുഷ്യർക്ക് സ്വന്തമായി കയറി കിടക്കാൻ ഇടമില്ലാത്ത ഒരു സെന്റ് ഭൂമിയില്ലാത്ത ലോകത്തിന്റെ വളരെ പ്രമുഖമായ ഒരു രാജ്യത്താണ് നമ്മുടെ താമസം. ഇവിടെ ഈ കേരളത്തിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം, പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനുള്ള പ്രൊജക്റ്റ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 9.5 വർഷമായിട്ട് നമ്മൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞത്. 1.5 ലക്ഷം ആളുകൾ കൂടി വീട് കൊടുക്കാനുള്ള ലോൺ വാങ്ങുകയും 1500 കോടി ഗവൺമെന്റ് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വളരെ വേഗം ബാക്കിയുള്ള ലിസ്റ്റിൽ നിന്നും 1.5 ലക്ഷം ആളുകൾ കൂടി വീട് കൊടുക്കുമ്പോൾ മിക്കവാറും ആളുകൾക്ക് കേരളത്തിൽ വീടാകും. ഇതൊരു വീടിന്റെ മാത്രം കാര്യമല്ല. ഇപ്പൊ നമുക്കറിയാം അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നമ്മൾ കേരളം ഇന്ത്യയിൽ ഏറ്റവും മുമ്പന്തിയിലാണ് ദാരിദ്ര്യം ഇല്ലാതെ പട്ടിക. നമ്മൾ 0.7% അതിദാരിദ്ര്യം. 38%, 40% മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ 100 ആളിൽ 40 ആൾ പട്ടിക കിടക്കുന്ന നാടാണ് ഇന്ത്യ. നമ്മുടെ നാട്ടിലോ കേരളത്തിലോ ഞാൻ പറഞ്ഞതിനടുത്ത് എത്രയാണ്? 0.7%. 5 കൊല്ലം മുമ്പ് 0.7 എന്ന് പറഞ്ഞാൽ ഒരേ ആളില്ല. 100-ൽ ഒരാൾ പട്ടിണി കിടക്കുന്നില്ല. അത്രയും പട്ടിണി കുറഞ്ഞ ഒരു നാടായിട്ടാണ് കേരളം. ഞാൻ ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അന്നാണ് ഇവരാരാണെന്ന് കണ്ടെത്താൻ തീരുമാനിക്കും. 0.7 എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആരാണെന്ന് കണ്ടെത്താൻ തീരുമാനിക്കും. ഒരു സർവേ നടത്തിയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്പർ കിട്ടി. 64,006. ഈ 0.7 എന്ന് പറയുന്നത് 64,006 കുടുംബമാണ്. ആ ഓരോ കുടുംബത്തെയും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നൽകിയാലാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനാവുക. ചിലർക്ക് ജോലി വേണം, കാരണം പോലെ ഒരു രക്ഷയില്ല, ഒരു വരുമാനമില്ല. ചിലർക്ക് ചികിത്സ വേണം, മരുന്ന് വേണം. ചിലർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഷെൽട്ടർ വേണം, വീട് വേണം. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. അത് വെച്ചുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, ഈ അതിദരിദ്രരായി കണ്ടെത്തിയ 64,006 കുടുംബങ്ങളെയും പൊതുവെ പൊതുധാരയിലേക്ക് നമുക്ക് എത്തിക്കാനാവാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വീട് പോകണം, കുറേ ആൾക്ക് വീട് വേണം, കുറേ ആൾക്ക് ജോലി വേണം, കുറേ ആൾക്ക് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല, ഭക്ഷണം വേണം, കുറേ ആൾക്ക് ചികിത്സ വേണം. ഒരു ദിവസത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ. അങ്ങനെ വന്നപ്പോ കഴിഞ്ഞ കൊല്ലം ഈ സർവേ കഴിഞ്ഞ് വർക്ക് ആരംഭിച്ച് സൂക്ഷ്മാംശത്തിൽ പരിപാടി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ പരിശോധിച്ചു. ഇപ്പോൾ 24-ലല്ല, 23 പരിശോധിച്ചപ്പോൾ എന്താ സ്ഥിതി? നമ്മൾ 0.7 നിന്ന് ഔദ്യോഗിക ഗവൺമെന്റ് കണക്കനുസരിച്ച് 0.5 ആയിട്ടിരിക്കുന്നു. 0.7 2%. അങ്ങനെ കടന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കാര്യം കൂടി വിവരം മനസ്സിലാവും. ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാതായ ആദ്യത്തെ പഞ്ചായത്ത് 2023-ൽ 24-ൽ 25 അതേതാറിയോ? ഇന്ത്യയിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ ഒരു പഞ്ചായത്ത് ഈ ചടക്ക മണ്ഡലത്തിലാണ്, വിക്കാട്ടൂർ പഞ്ചായത്ത്.
കുറ്റ്യാടൂർ പഞ്ചായത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ അധികാരത്തിലും അവസാനിപ്പിച്ച പഞ്ചായത്ത്. 2 കൊല്ലം മുമ്പേ അവസാനിപ്പിച്ചു. ഇപ്പോഴത് വീണ്ടും നല്ലതുപോലെ കുറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പണി ചിലർക്ക് വീടില്ല എന്നുള്ളതാണ്. ഈ ഭവന പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി വീട് കൊടുക്കാൻ പുറപ്പെട്ടാലൊന്നും പൂർണ്ണമില്ല. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു നവംബർ 1, 2025 നവംബർ 1 ആ ഒരു തീയതിക്ക് അതിദാരിദ്ര്യം പൂർണ്ണമായി അവസാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം എന്ന് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ആ പ്രഖ്യാപനം നവംബർ 1 മുഖ്യമന്ത്രി നടത്താൻ പോകുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച, പട്ടിണി അവസാനിപ്പിച്ച സംസ്ഥാനമായി കേരളം മാറുക. ഇപ്പോൾ പാർപ്പിട പ്രശ്നം മാത്രമല്ല, അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള പ്രശ്നം ചില ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിദാരിദ്ര്യമാണ്. നമുക്കാണെങ്കിൽ നവംബർ 1 അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത് പ്രഖ്യാപിക്കണം. ഗവൺമെന്റ് തീരുമാനിച്ചു അവർക്ക് വാടക വീടുണ്ടായി കൊടുക്കാൻ, വീടാകുന്നത് വരെ. ആളെ എങ്ങനെയെങ്കിലും കണ്ണിൽ കൂടിയിടതല്ല, അവർക്ക് വീടില്ല, പക്ഷെ അവർക്ക് വീട് കിട്ടും, പക്ഷെ സാവകാശം. നമുക്ക് നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് പ്രഖ്യാപിക്കണം അതിദാരിദ്ര്യം അവസാനിപ്പിച്ച നാട്. അവർക്ക് ഭക്ഷണവും തൊഴിലും കാര്യങ്ങളെല്ലാം കൊടുത്തു, പക്ഷേ ചിലർക്ക് വീടില്ല. ആ വീട് വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു. അതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, നവംബർ 1 ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ തീരുമാനം നടപ്പിലാവും എന്ന കാര്യം. വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ മാതൃകയായി നിൽക്കുന്ന ഒരു കാര്യം. നമ്മുടെ LP സ്കൂളുകൾ, UP സ്കൂളുകൾ, ഹൈ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എല്ലാം ലോക നിലവാരത്തിലുള്ളതായിട്ട് മാറി. എത്ര കോടി രൂപയാണ് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം ഈ സ്കൂളുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ മയിലാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈസ്കൂൾ. ഏതാണ്ട് 10 കോടി രൂപയാണ് മയിലിന് വേണ്ടി മാത്രം ചെലവാക്കിയത്. കുറ്റ്യാടൂർ എല്ലാ ഗവൺമെന്റ് ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ പോകണം. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഗവൺമെന്റായി പ്രവേശിക്കാൻ എല്ലാവരും കൈയടിച്ച് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ തലത്തിലും വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖല ലോകോത്തരമാണ് കേരളം. ചില മാധ്യമങ്ങളും ചില ആളുകളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടെത്തിയ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും നന്നായി ആതുര ശുശ്രൂഷ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന നാടായിട്ടാണ് കേരളത്തെ ലോകം കാണുന്നത്. കുന്നക്കടയുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മനുഷ്യർ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും മലയാളിയില്ലാത്ത ഒരു രാജ്യം ഈ ഭൂമിയില്ല. ഒരു പ്രവാസി മനസ്സാണ് നമുക്കുള്ളത്. അതിൻ്റെ ഗുണം നമുക്കുണ്ട്, ഓരോരുത്തർക്കുമുണ്ട്, സമൂഹത്തിനുണ്ട്. ഈ കേരളത്തിൻ്റെ ഈ പ്രവാസി മനസ്സോടുകൂടിയുള്ള ലോകവ്യാപകമായുള്ള കേരളീയരുടെ വിന്യാസം അത് നമ്മെ അങ്ങേയറ്റം മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ എല്ലാം ഭാഗമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യർക്കും ഈ കോവിഡ് വന്നപ്പോൾ ഒറ്റ പ്രശ്നം അവർ എങ്ങനെയെങ്കിലും നാട് പിടിക്കുക. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ചാർട്ടർ വിമാനങ്ങളിലാണ് ഇന്ത്യയിൽ കേരളത്തിലേക്ക് മലയാളികൾ എത്തുന്നത്. ലോകോത്തരമായ രീതിയിലാണ് നമ്മുടെ ചികിത്സ.
പോകേണ്ടിയിരിക്കും. നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നല്ല കഴിവുള്ളവർ തന്നെയാണ്. ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് തന്നെയാണ് നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും. അപ്പോൾ ആ മേഖലയിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേരള മലയാള സഭ രൂപീകരിച്ച് ലോകത്തെമ്പാടുമുള്ള ശക്തികളെ ഏകോപിപ്പിക്കാൻ ഗവൺമെന്റ് ഫലപ്രദമായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് നല്ലപോലെ മുന്നേറാനാവും. 66 നേരത്തെ കൈവരി ഇതിനെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രയാസമാണ് ഈ ഗവൺമെന്റ് പരിഗണിച്ചു. അടുത്ത വനമൊക്കെ മാറും. കണ്ണൂരിൽ നിന്ന് നേരെ 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്താം. 6 വരി പാത. ഇപ്പോൾ 4 മണിക്കൂറിലായിരുന്നില്ല, അതൊക്കെ പ്രയാസം. അതുപോലെ തന്നെ കേരള പദ്ധതി, നിരവധി പദ്ധതികളാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ശ്രദ്ധേയമായ ഒരു വികസന പരിപ്രേക്ഷ്യം ഈ കേരളം കൈകാര്യം ചെയ്യണം. തൊഴിലില്ലായ്മ പരിഹരിക്കുക. ഞാനൊക്കെ KSYFിന്റെയും DYFിന്റെയും പ്രവർത്തകനായിട്ട് കേരളത്തിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ തന്നെ പറയുന്നു. പലപ്പോഴും തൊഴിലില്ലായ്മ മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ്. മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം കാലം തൊഴിലില്ലായ്മയും നിലനിൽക്കും. എപ്പോഴാണോ മുതലാളിത്തത്തിന്റെ അന്ത്യം കുടിക്കുന്നത് അന്നേ തൊഴിലില്ലായ്മ അവസാനിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പ്രസംഗിച്ചവരല്ല ഞങ്ങളെല്ലാം. പക്ഷെ ജനാധിപത്യ വിപ്ലവത്തിന്റെ ചുമതലയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ മറ്റെല്ലാ സ്ഥലത്തുമുള്ള ഒരു വർഗം കേരളത്തിലില്ല. അത് വർഗ്ഗക്കാർക്ക് നന്നായിട്ട് ഏതാവത് വർഗം ഏത് വർഗം? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ഒരു വർഗ്ഗമില്ല. ഇവിടെ സിനിമയിലും നാടകത്തിലൊക്കെ ഏതാ വർഗം? ഏതാ? ആരെങ്കിലും അറിയോ ഏതാ വർഗം? പാട്ടേക്കാൾ പറയുകയാണ് ഏത് വർഗം? ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വർഗം കേരളത്തിലില്ല. ഇല്ലാതായ വർഗം ഏതാണ്? പറഞ്ഞ ആരെങ്കിലും അറിയത്തില്ല അല്ലേ? ജന്മിവർഗം. ശരിയാണ്. ആരാ പറഞ്ഞേ? കൈയടിച്ചു നിങ്ങളുടെ അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ജന്മിവർഗം ഇല്ലാതെ പിന്നീട് കൽമി ഇല്ല. 1920 ആവുമ്പോഴേക്ക് ജന്മി അവസാനിച്ചു. ജന്മിത്വം അവസാനിച്ചു. ഭൂബന്ധങ്ങളിൽ മാറ്റം വന്നു. അങ്ങനെയെല്ലാമുള്ള മാറ്റത്തോടു കൂടിയാണ് ഇപ്പോൾ ഉള്ള കേരളം. അപ്പോൾ നമ്മൾ 62 ലക്ഷം ആളുകൾക്ക് 1600 ഇപ്രാവശ്യം കുടിശ്ശിക കൂടി 3200 കൊടുക്കുകയാണ്. ദൈന്യതയില്ല, ദൈന്യതയില്ല, പട്ടിണിയില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും അതുപോലെ അല്ലാതെ PSC മുഖേനയൊക്കെ ഇന്ത്യയിൽ ആകെ നിശ്ചയിച്ചതിന്റെ 60% ആളുകളെ തീരുമാനിച്ചത് കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ ആകെ നിശ്ചയിച്ച അതിന്റെ 60% ഈ കേരളത്തിലാണ് നൽകിയത് PSC. അങ്ങനെ ജോലി കൊടുത്തു. IT മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പുതുതായിട്ട് ജോലിക്ക് കയറിയത്. ഇനി കാരണം തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാം. ഒരു MLA ഇതിനു മുമ്പ് ഏതെങ്കിലും മണ്ഡലത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ ഇത്രയാൾക്ക് ജോലി കൊടുക്കുമെന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടേയില്ല. ഇക്കാലം അത്രയുമില്ല. ചിലപ്പോ രണ്ടാൾക്ക് നീ ആൾ ജോലി കൊടുക്കണമെന്ന് ശുപാർശ പറയും. അങ്ങനെയല്ലാതെ ജോലി കൊടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് കളിപ്പറമ്പിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആർക്കറിയാം? യോഗത്തിൽ ഒന്ന് ഇരുന്നാൽ മാത്രം പോരാ. പറ ആർക്കറിയാം? അങ്ങനെ ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളാ തുടങ്ങിയത്. കളിപ്പറമ്പിൽ തൊഴിൽ കൊടുക്കാൻ വിജ്ഞാന കേരളമല്ല, അതിന് പേരുണ്ട്, പ്രത്യേക പേര്. നമ്മൾ ദേശാഭിമാനി സപ്ലിമെന്റ് ചെയ്യുന്നതില്ല.
കണക്റ്റിംഗ് കളിക്കുമ്പ നമ്മൾ ആ പരിപാടി തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നേ ഉള്ളൂ. ആ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ 1300 ആളുകൾക്ക് ജോലി നൽകി കഴിഞ്ഞു. ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ട് 1300 ആൾ. ഒരുവിധം പ്രതികരണമില്ല. ഒറ്റപ്പെടുകളാണ് കൈയടിച്ചു അരവിക്ക് പോയ പോലെ ഇരിക്കുകയാണ്. 1300 ആൾക്ക് ജോലി കിട്ടി. 3000 ആൾക്ക് കൊടുക്കും. അവസാനിപ്പിക്കുന്നതല്ലേ. ഇത് ആദ്യം തലമുറയിലാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോഴും 140 മണ്ഡലത്തിൽ നടക്കുകയാണ്. എല്ലാ ബ്ലോക്കുകളും ഇപ്പോഴും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കണക്റ്റിംഗ് കളിക്കുമ്പോൾ നമ്മൾ പേര് കൊടുത്തതിന് പകരം വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേഡസിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് കേരള നോളജ് എക്കണോമി മിഷൻ. ജോബ് ഫെയർ നടത്തിയ ഇവിടെ 200 ഒപ്പം കിട്ടിയാൽ മതി. മഹാനഗരത്തിൽ നടത്തിയ ജോബ് ഫെയർ, മെഗാ ജോബ് ഫെയറിൽ 200-ലധികം ജോലി കിട്ടിയത് കളിപ്പം മണ്ഡലത്തിലാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ജോബ് ഫെയർ നടത്തും. ഇനി ജോലി ഉണ്ട്. ഇവിടെ 16,000-ലധികം ആളുകൾക്ക് ജോലി വേണം. പക്ഷെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി, ഞങ്ങൾക്ക് മനസ്സിലായി ഈ 16,000-ന് ഇപ്പൊ ജോലി വേണമെന്നില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുന്നത് എനിക്ക് ഇപ്പോൾ പറ്റില്ല. കാരണം അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരെ നോക്കണം, ഭർത്താവ് കൂടിയില്ല, കുട്ടികളെ നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ 16,000-ന് 7,000 കൂടെ ഉള്ളൂ. ജോലി ഇപ്പോൾ വേണമെന്ന് പറയുന്നവര് കളിപ്പ മണ്ഡലത്തിലാകെ 7,000 ഉണ്ട്. അത് കേരളത്തിൽ എല്ലാവരും പോലും കഴിപ്പില്ല. കണ്ണൂർ കിട്ടണം, അങ്ങനെ കുറയാണ് നാട്ടിൽ തന്നെ കിട്ടണം. അതും അവർക്ക് പ്രധാനപ്പെട്ട ജോലി കിട്ടുന്നത് എവിടെയാ? ഓഫീസിലാണ്, ഗവൺമെന്റ് ഉദ്യോഗം. കാരണം മറ്റു ജോലിക്ക് മതിയാക്കില്ല. ഓരോരുത്തരുടെയും ഡാറ്റ തയ്യാറാക്കിയിട്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് വർക്ക് പരിശോധിച്ചു. അതിൽ നിന്നാണ് ഇപ്പോൾ 1300 ആൾക്ക് ജോലി കൊടുത്തത്. ഇനിയും ജോലി കൊടുക്കാനായിട്ട് പോകും. മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായിട്ടും അല്ലാതെ ഓരോ സന്ദർഭത്തിലും ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യമൊക്കെ സാധ്യതയുള്ളൂ. ഗവർമെന്റായി ഉൾപ്പെടെയുള്ളവരെ നമ്മളെ സഹായിച്ചാൽ നമുക്ക് ഒരു വലിയ ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. അവരൊക്കെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് എല്ലാവരുമായിട്ട്. ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. വാരിക്കോരി എടുക്കാൻ അഭ്യസ്തവിദ്യരുള്ള കേരളം പോലെയുള്ള ഒരു നാട് ഈ ഭൂമുഖത്ത് വേറെ എവിടെയില്ല. നെഗറ്റീവായിട്ടാണ് പലരും അവതരിപ്പിക്കുന്നത്. ഞാൻ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കും. അയ്യോ, തല താഴ്ക്കണം, ഇത്രയും വലിയ വിഭാഗം തൊഴിലില്ലാതിരിക്കുന്ന എന്റെ നാടിനെ കുറിച്ച് ഞാൻ ഓർത്ത് എത്തിച്ച് തല താഴ്ത്തണമെന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. ഞാൻ നേരെ മറച്ചാണ്. ഇത് വെറുതെ ഉണ്ടായതല്ല ഈ വിദ്യാഭ്യാസം. ആരാണ് പറയും? വെറുതെ ഉണ്ടായതല്ല. അതിനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ ആൾക്കും വിദ്യാഭ്യാസമായത്? ഇവിടെ യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇല്ലല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ കേട്ടോ, ഇനി ഏതെങ്കിലും ചോദ്യം ചോദിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാടേതാണ്. അത് ഞാൻ ലക്ഷ്യത്തിന്റെ പ്രസംഗിക്കുകയാണ്. കേരളമാണ്. ബീജിംഗുമല്ല, കാലിഫോർണിയയുമല്ല, കേരളത്തിലാണുള്ളത്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ ഒരു കലവറയാണ് കേരളം. ഇത് സാധിച്ചത് 1957 VMSന്റെ ഗവൺമെന്റ് ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലൂടെ, വിപ്ലവത്തിലൂടെയാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരിക. ഇത് വിപ്ലവത്തിലൂടെയല്ല, ജനസമ്മതിയോടെ അധികാരത്തിൽ വന്ന ലോകത്തെ ആദ്യത്തെ കേന്ദ്രം കേരളം. അതുകൊണ്ടാണല്ലോ അതിനെ വെച്ച് ഉറപ്പിക്കാതിരിക്കാൻ CI ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ നമുക്കെതിരായിട്ട് വന്നത്. ഇവിടെ വിമോചന സമരം നടന്നത്. പാർട്ടി എന്ത് നടന്നാൽ ഒരു കാര്യം സംഭവിച്ചു. അന്ന് 1ാം ക്ലാസ്സിൽ ചേരേണ്ടുന്ന മുഴുവൻ കുട്ടികളോടും മുണ്ടശ്ശേരി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി പറഞ്ഞു, മുഴുവൻ കുട്ടികളെയും സ്കൂളിലേക്ക് അയക്കണം. പട്ടിണിയും അർദ്ധ പട്ടിണിയുമാണ് അന്ന് 1957 കേരളത്തിന്റെ ചിത്രം.
ഇന്നത്തെ ചിത്രമല്ല. പട്ടിണിയും അർദ്ധ പട്ടിണിയും പകുതി പട്ടിണി, അങ്ങനെയാണ് ജനങ്ങളുടെ മഹാഭൂരിപക്ഷം. അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്കൂളിലേക്ക് അയക്കരുത്, ആരും അയക്കൂല. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പട്ടിണിയാണ്, പിന്നെ സ്കൂളിൽ പോയി കൊണ്ടെടുക്കാൻ പറ്റും. അപ്പൊ ഈ മുസ്ലിം ഗവൺമെന്റ് പറഞ്ഞു, എന്താ പറഞ്ഞേ? അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഈ മുസ്ലിം ഗവൺമെന്റ് എന്താ പറഞ്ഞു? സ്കൂളിൽ ചേർന്നത് മാത്രമല്ല, എന്താ പറഞ്ഞത്? ഭക്ഷണം ഉച്ചക്ക് കഞ്ഞി തരുന്നു, ഉച്ചക്കഞ്ഞി. ആ ഉച്ചക്കഞ്ഞി കുടിച്ച പരിപാടി ഉണ്ടാവും ഇല്ലേ? അന്ന് സ്കൂളിൽ ചേർന്ന് ഉച്ചക്കഞ്ഞി കുടിച്ച പരിപാടി ഉണ്ടാവും. ഇപ്പോഴതിന്റെ മൂന്നാമത്തെ തലമുറയാണ്. അന്ന് ഉച്ചക്കഞ്ഞി കുടിച്ച് സ്കൂളിൽ പോയി അവരുടെ മക്കള് മൂന്നാമത്തെ തലമുറ. ഈ മൂന്നാമത്തെ തലമുറ മുഴുവൻ എല്ലാ സ്കൂളുകളിലും അഭ്യസിതരായ യുവാക്കളുണ്ട് ഇല്ലേ? പണ്ടത്തെ പോലെ എഴുത്തും വായനയൊക്കെ അറിയാത്തവരാണ് ഇതുള്ളത്. ഈ മൂന്നാമത്തെ തലമുറ കേരളത്തിലുള്ളത് മുഴുവൻ അഭ്യസിതരായ യുവാക്കളാണ്. അത് കേരളത്തിലല്ലാതെ ഇന്ത്യക്ക് ഒരു സംസ്ഥാനത്തിനുമില്ല. അഭ്യസ്തരായ യുവാക്കൾ യുപിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം അവരുടെ പ്രമാണിമാരുടെ മക്കളാണ്, വലിയ ഭൂപ്രമാണിമാരുടെ മക്കള്, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കള്. അവരെയും ഇവിടെ ഏത് പാവപ്പെട്ട മനുഷ്യന്റെ ഈ വീട്ടിലാരുണ്ട്? ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്. ചിലപ്പോൾ ഡോക്ടറായിരിക്കും, എഞ്ചിനീയറായിരിക്കും, അതുപോലെ തന്നെ ഒക്കെ പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുണ്ട്. ഇത് ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകത വെച്ച് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഇപ്പോഴും തന്നെ ഗവൺമെന്റിന് മുമ്പിൽ 10 ലക്ഷം അഭ്യസ്തരായ യുവാക്കൾക്ക് ഡിമാൻഡുണ്ട്. അവരെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. പഠിപ്പിക്കാൻ തയ്യാറുള്ള 64 ആളുകൾ ഈ മണ്ഡലത്തിലുണ്ട്. 64 ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ, 4 ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രിൻസിപ്പൽമാരുൾപ്പെടെ നിരവധി ആളുകൾ, 64 ആളെ ഞങ്ങൾ കണ്ടെത്തി ഈ മണ്ഡലത്തിൽ മാത്രം. അവർ പഠിപ്പിക്കും. അവർ പഠിപ്പിച്ചാൽ ലോകത്ത് എവിടെ നിന്നും ഇന്റർവ്യൂ നടത്തിയാൽ ആ ഇന്റർവ്യൂവിൽ നമുക്ക് ജയിക്കാം. ആ ഇന്റർവ്യൂയുടെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നിരവധി ആളുകൾ ജോലി കിട്ടിയപ്പോഴാണ് 1300 ആളുകൾ ജോലി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെയല്ല, അവരുടെ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ജോലി വാങ്ങിയ കുടുംബങ്ങളുടെ ഒരു സംഗമം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു കളിക്കുമ്പോണ്ട്. അപ്പൊ ഞാൻ ഇനി വിശദീകരിക്കുന്നത്, എനിക്ക് 6 മണിക്ക് പോകേണ്ട പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് 7:30 വേറൊരു പരിപാടി ഉണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ജോൺ മത്തായി വരാൻ താമസിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രസംഗിക്കാൻ തീരുമാനിച്ചത്. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു വീട് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അത് ജോൺ മത്തായി തന്നെ മുൻകൈയെടുത്ത് ഞാനൊരു വീടുണ്ടാക്കി കൊടുക്കാം എന്നോട് സമ്മതിച്ചത് ഇപ്പോഴിവിടെ പ്രാവർത്തികമാണ്. അതുകൊണ്ട് അടക്കലാണ് ഔപചാരികമായി ഇടാൻ തീരുമാനിച്ചത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും നടക്കാതെ ആ കറക്കലുടെ കർമ്മം നമുക്ക് നിങ്ങളെല്ലാം സമ്മതത്തോടെ താഴെ നിർവഹിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കും. ഇവിടെ നെഞ്ഞാൻകുപ്പന്റെ ചെയർമാനായിട്ടുള്ള ജോൺ മത്തായി സാർ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാര്യയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും അവരുടെ അസാന്നിധ്യത്തിലാണ് സ്വാഗതം ചെയ്തത്. ഈ വേദിയിലേക്ക് രണ്ടുപേരെയും പ്രത്യേകം സഹർഷം സ്വാഗതം ചെയ്തു. അപ്പോൾ അധ്യക്ഷനായി ജോൺ മത്തായി സാറാണ്. അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ അവരുടെ മാനേജിംഗ് ഡയറക്ടർ സോമനായിരുന്നു. അപ്പോൾ ഏതായാലും അധ്യക്ഷ ഭാഷണം 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ജോൺ മത്തായി സാറെ ആദരപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹമുണ്ട്. ഞാൻ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റാണ്. എന്നാണ് എപ്പോഴും എല്ലായിടത്തും ചെന്നാലും വേൾഡ് മലയാളി കൗൺസിലിൽ കളിക്കുന്നത്. ഏറ്റവും ആദരണീയനായ മാഷ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അതുപോലെ അനിൽകുമാർ, വിജയ് സോമൻ, എൻ്റെ സഹധർമ്മിണി, എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹമുണ്ട്. വളരെയേറെ സന്തോഷത്തോടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വരണമെന്ന് നിർബന്ധം പറഞ്ഞു വന്നത് എനിക്ക് ഈ കണ്ണൂർ പ്രദേശം കാണാൻ വേണ്ടിയില്ല.
ഗോവിന്ദ മാഷയുടെ നിയോജക മണ്ഡലം കാണുക എന്നൊരു ആഗ്രഹം കൂടെ. ഒരു വീട് വെച്ച് കൊടുക്കുന്നതിലുപരി ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണുക എന്നൊരു സന്തോഷം നിറഞ്ഞ വാക്കാണ്, ഒരു അവസരമാണ്. ഗോവിന്ദ മാഷോടെ ഞാൻ വരാൻ താമസമുണ്ട്, ഒരുപാട് ക്ലാസ് എടുത്തു. കേരളത്തിന്റെ വലിയൊരു പരിവർത്തനത്തിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടതുപക്ഷം ഭരണം പിണറായി വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണത്തിന്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ. കാര്യം വേൾഡ് മലയാളി കൗൺസിൽ എന്റെ സാറ് പ്രസംഗിച്ചു, മാഷ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാണ് KKEM നോളജ് എക്കണോമിക് മിഷൻ, കേരള നോളജ് എക്കണോമിക് മിഷന്റെ ഒരു ഭാഗമാണ് വേൾഡ് മലയാളി കൗൺസിൽ. 25 ലക്ഷം പേർക്ക് തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതി ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമായി ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ തൊഴിലവസരം ഗവൺമെന്റിന് ഈ പോർട്ടലിൽ കൂടി കാണിച്ചു കൊടുത്ത് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി ഒരു വാക്ക് പറയാം. വേൾഡ് മലയാളി കൗൺസിൽ ലോകത്തുള്ള കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ്. പരസ്പരം നിങ്ങൾക്കറിയാം, ഇവിടുന്ന് വിദേശത്ത് പോയി താമസിക്കുന്ന മലയാളികളും കേരളത്തിലുള്ള മലയാളികളും തമ്മിലൊരു ബന്ധം നമ്മൾ പറഞ്ഞില്ല, എവിടെ പോയാലും നമ്മളെ കുടുംബമായിട്ടൊരു ബന്ധം വെക്കണം. അങ്ങനെ ബന്ധം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തില് ഇരിക്കുന്ന മലയാളികളും വിദേശത്ത്, അതായത് ഇപ്പൊ ജർമ്മനിയിൽ ഇരിക്കുന്ന ഒരാളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ആൾക്കാർ പലരും പ്രവാസത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവരോട് ചോദിച്ചാൽ അറിയാം വേൾഡ് മലയാളി കൗൺസിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഗോവിന്ദ മാഷ് കേരളത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ ചരിത്രം പറയാം. കേരളത്തിന്റെ ഉന്നമനം എങ്ങനെ നടപ്പാക്കാം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. കേരളത്തിലെ ഗ്രാമങ്ങൾ ദത്തെടുത്ത ഒരൊറ്റ ഓർഗനൈസേഷനേ ഉള്ളൂ വേൾഡ് മലയാളി കൗൺസിൽ. ഗ്രാമങ്ങള് ദത്തെടുത്തു, അതായത് റിമോട്ട് ഏരിയകളിൽ പോയിട്ട് ചെറിയ ഗ്രാമങ്ങൾ ദത്തെടുത്ത് അവരെ സ്വയം തൊഴിൽ കണ്ടെത്തുക, അത് ക്ലീൻ എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഗ്രാമത്തിലെ മോഡൽ ഗ്രാമമാക്കി മാറ്റുക, ഇതെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ പരിചയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ ക്ലീൻ കേരള പ്രോജക്ട്, ഇന്ന് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ പ്രൊജക്ടുകളും വേൾഡ് മലയാളി കൗൺസിലിന്റെ കൺസെപ്റ്റുകളാണ്. ക്ലീൻ കേരള പ്രോജക്ട്, നവകേരളം എന്ന് വെച്ചാൽ വേൾഡ് മലയാളി കൗൺസിൽ ആദ്യം അനൗൺസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അതിപ്പോ കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ ലോക കേരള സഭ, ഇപ്പം ഈ ഗവൺമെന്റ് എടുത്ത വലിയൊരു കാര്യമാണ് ലോക കേരള സഭ. ഇതും വേൾഡ് മലയാളി കൗൺസിൽ ആവിഷ്കരിച്ചതാണ്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു ലോക കേരള സഭയാണ്. അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താണ്. കഴിഞ്ഞ ഗ്ലോബൽ കോൺഫറൻസില് മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളെ പറ്റി പറഞ്ഞ ഇത് തന്നെയാണ്. അതായത് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധാനം ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ റോഡ് വികസനം മാഷ് പറഞ്ഞു, ഏകദേശം എനിക്ക് തോന്നി റോഡൊക്കെ അങ്ങോട്ട് പണി കഴിഞ്ഞാൽ കേരളം വേറൊരു യൂറോപ്പ് പോലെ അല്ലെങ്കിൽ അതിൽ ബെറ്ററായ രീതിയിലോട്ട് വരും, ഒരു സംശയവുമില്ല. അപ്പം അടിപൊളി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ടേം ഇടതുപക്ഷം അല്ലെങ്കിൽ ഞങ്ങളാരും ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഭരണത്തില് വിദേശത്തിൽ ഞങ്ങൾ കാണുന്നതാണ് എല്ലാ വികസനങ്ങളും അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഗോവിന്ദ മാഷ്. ഞങ്ങളുടെ സമ്മേളനത്തിന്, മിഡിൽ ഈസ്റ്റിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ വിളിച്ചു വന്നു. അന്ന് മാഷ് ദുബായ് എല്ലാം ശരിക്കും നടന്ന് കണ്ടു, അവിടുത്തെ റോഡുകൾ കണ്ടു, അവിടുത്തെ വികസനം കണ്ടു. ഇപ്പൊ ഞാൻ പറയുന്നപ്പോ ഞാൻ ദുബൈയിൽ നിന്ന് കേരളത്തിൽ വന്നു. ഏറ്റവും ഇഷ്ടമായി നമുക്ക് ജീവിക്കാൻ തോന്നുന്ന പ്രദേശം കേരളം തന്നെയാണ്, ഒരു സംശയമില്ല. ദുബൈയിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ എൻവയറമെന്റ് നമുക്ക് ഓക്സിജൻ കുറവാണ്. ഞങ്ങൾ ഫീൽ ചെയ്യും. നേരെ കേരളത്തിൽ വരുമ്പോൾ ആ ഒരു മാറ്റം ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കിവിടെ ഓക്സിജൻ, ഇത്രയും ഗ്രീനറി ഉള്ള ഒരു സ്ഥലം വേറെ ഉണ്ട്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമുള്ളവരാണ് കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളരാൻ പറ്റിയൊരു അവസരത്തിൽ നമുക്കുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്, പ്രകൃതി രമണീയമാണ്. ഇതിനെ നമുക്ക് ഒരു വളരെ
പ്രദേശമാക്കി നല്ല പോലെ റോഡുകളും നദികളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രദേശമാണ്. ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ സ്ഥലമാണ് കേരളം. കേരളത്തിന്റെ വികസനം വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു വലിയ പദ്ധതിയാണ്. അതിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും. ഇപ്പം ഞാൻ ഇന്നിപ്പം കോഴിക്കോട് വരികയാണ്. കോഴിക്കോട് യൂണിറ്റിന്റെ ഉദ്ഘാടനമായിരുന്നു. അവിടെ ലഹരിക്കെതിരെ ഒരു ഡോക്യുമെന്ററി ഫിലിം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത കേരളം എന്ന ഒരു കൺസെപ്റ്റ്, അതായത് നമ്മളെങ്ങനെ കൊണ്ടുവരിക, കുട്ടികളെ എങ്ങനെ അതിന് ട്രെയിനിങ് കൊടുക്കുക, ആൾക്കാരെ എങ്ങനെ ബോധവൽക്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്റെ ചെറുപ്പത്തിൽ എന്റെ വലിയപ്പൻ ഒരു കർഷകനായിരുന്നു. വീടിൽ കൊയ്ത്തും കറ്റകളും ഒക്കെ കണ്ടു വളർന്നവരെ ഞാൻ. എന്റെ ഫാദർ ഒരു ബേക്കറി ബിസിനസ്സുകാരനായിരുന്നു. നമ്മളും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മൾ അല്പം സമ്പാദിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ കരുതുക എന്ന ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് മലയാളി കൗൺസിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ സമ്മേളനത്തിൽ, കഴിഞ്ഞ ഓഗസ്റ്റ് സമ്മേളനത്തിൽ 5 വീട്, മാഷും അതിൽ പങ്കെടുത്താണ്, 5 വീടുകളുടെ താക്കോൽദാനം നമ്മൾ നടത്തി അവിടെ വെച്ച്. അതായത് സ്ഥലമുണ്ട്, പക്ഷെ വീട് വെക്കാൻ കാശില്ല. അവർക്ക് നമ്മൾ 5 വീട് വെച്ചു. അന്ന് പ്രോമിസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മാഷിന് ഇവിടെ ഞാൻ അന്ന് പ്രോമിസ് ചെയ്തത്. പക്ഷെ ഞാനൊരു വീട് മാഷിയുടെ മണ്ഡലത്തിൽ വെച്ച് തരാം. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് വരണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് അത് ഡിലേ ആയത്. കാര്യം എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്താൽ പോരാ. അവിടെ വന്ന് അവിടുത്തെ ആൾക്കാരെ കണ്ട് ആ പ്രദേശത്തെ മനസ്സിലാക്കി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ധൃതി വെച്ച് കോഴിക്കോട് 4 മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. വളരെ സന്തോഷമാണ്. ഈ പ്രവൃത്തി, ഈ ഒരു വീട് വെച്ച് കൊടുക്കാവുന്ന പ്രവൃത്തി ഹൃദയത്തിന്റെ അടുത്തടുത്ത് സന്തോഷത്തോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ ഇതൊരു ഒരിക്കലും തോന്നരുത് ദാനം കൊടുക്കുന്നതാണ് നല്ല, അതൊരിക്കലും തോന്നരുത്. കാര്യം ഇത് ഉള്ളവരില്ലാത്തതിന് കൊടുക്കുന്ന ദാനം അതല്ല. ഇത് നമ്മുടെ ഒരു കടമയാണ്. നമ്മൾ മനുഷ്യനെ സഹായിക്കാനുള്ളൊരു കടമയാണ്. ഒരാൾക്കൊരു സാഹചര്യമില്ല, അല്ലെ? ആ സാഹചര്യം ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ദാനം കൊടുക്കുക അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൻ ഉള്ളവൻ പണം വന്ന് കൂടിക്കഴിയുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് ദാനം. അതല്ലത്. നമ്മള് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ട്. ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ നമ്മൾ കൊടുക്കും, അതിന്റെ പങ്ക് കൊടുക്കും. ഉള്ളപ്പോൾ ഉള്ളതിന്റെ പങ്ക് കൊടുക്കും. അതാണ് ഇതാണ് ഇതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത്. അപ്പം സന്തോഷത്തോടുകൂടി ഈ വീട് നിർമ്മിച്ചു തരുവാൻ എത്രയും വേഗം കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിക്കുന്നതാണ്. വിജി സോമൻ അത് കോർഡിനേറ്റ് ചെയ്ത് എത്രയും വേഗം ഒരു തടസ്സമില്ല. 3 മാസം ഉണ്ടെങ്കിൽ 3 മാസം തീർന്നു തരും പറഞ്ഞുകൊണ്ട് ഈ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചെയ്യുന്നു. പിന്നെ മാഷിന്റെ വൈഫും വന്നപ്പോൾ വീട്ടിലൊക്കെ വന്നു. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ സന്തോഷം. സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ എങ്ങനെ എളിമയായിരിക്കാൻ പറ്റും എന്ന് ഞാൻ ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും മനസ്സിൽ ആരാധിക്കുകയും ചെയ്യുന്ന മാഷാണ്. മാഷോടുള്ള സ്നേഹവും അപ്പോ പിന്നെ ഇത് ഈ ചടങ്ങ് നമുക്ക് കഴിഞ്ഞ് ശിലാസ്ഥാപനം. അപ്പോൾ നന്ദി പ്രകാശിച്ചുകൊണ്ട് നമ്മൾ ഈ വീട് നൽകുന്ന സജിത്ത് സംസാരിക്കും. ഗ്ലോബലിന്റെ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ ഒരാശംസ പറഞ്ഞ് മൊത്തം സാർ പറഞ്ഞുകൊണ്ട് ഈ തളിപ്പുറം വാസികൾക്കെല്ലാം വേൾഡ് മലയാളി കൗൺസിലിന്റെ ഹൃദയാഭിവാദികൾ. ആദ്യം തന്നെ വലിയൊരു ക്ഷമാപണമാണ് ഞങ്ങൾ വരാൻ വൈകിയത്. ഞങ്ങളുടെ CPM സംസ്ഥാന സെക്രട്ടറി, നിങ്ങളുടെ MLA
എല്ലാവരും ആരാധിക്കുന്ന മാഷ് ഗോവിന്ദൻ മാഷ്, ഞങ്ങളുടെ സ്നേഹസമ്പന്നനായ പ്രസിഡന്റ് ജോൺ മത്തായി സാർ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന ബിജു സോമൻ, ഇവിടുത്തെ ഏരിയ സെക്രട്ടറി AP അനിൽകുമാർ, സാറിൻ്റെ പ്രിയ പത്നി ബിജു മേഡം, എല്ലാ നല്ല മനുഷ്യർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എന്നാൽ മാഷ് പറഞ്ഞൊരു കാര്യം വളരെ ആകർഷിച്ചു. വിദ്യാസമ്പന്നർക്ക് വിദ്യ ഇല്ലെന്ന് പറയുന്നത് പോസിറ്റീവാണെന്ന് മാഷ് പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളെല്ലാവരും ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. ഇത് മാഷ് പറയുന്ന പോലെ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതയാണ്. ലോകത്ത് എവിടെ പോയാലും വിശിഷ്ട വ്യക്തികളെ നമുക്കറിയാം. ഈ എളിയ കലാകാരൻ, ഈ എളിയ പാർട്ടി പ്രവർത്തകൻ തീർച്ചയായും ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് ഇങ്ങനെയൊരു മഹത്തായ കർമ്മം നടത്തിക്കൊണ്ട് നിൽക്കാൻ, ഒരു വീട് അനുവദിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, അതോടൊപ്പം ഈ വീട് അനുവദിച്ചിട്ടുള്ള മത്തായി സാറിനെയും ഹൃദയത്തിൻ്റെ നന്ദി പറയുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇപ്പോൾ എല്ലാവരും സോമ വിജയോട്ടം അറിയില്ല, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇത് തീർച്ചയായും അതോടൊപ്പം സർവോപരി ഈ വീട് ലഭിക്കുന്നതിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ്. അദ്ദേഹത്തെ പ്രത്യേകം അദ്ദേഹത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അങ്ങിയാട്ട് മറ്റു പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും എല്ലാവരും ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ള എല്ലാവരെയും ഈ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനിയും മത്തായി സാറിന് ഒരുപാട് മഹത്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ ഉന്നതിയിലെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട്, അതോടൊപ്പം നാളെ നമ്മുടെ നാരായണൻ നമ്പ്യാർ MP രാമൻ നമ്പ്യാർ ചരമദിനം ഇവിടെ ചെറിയ സ്കൂളിൽ നടക്കുകയാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും സ്നേഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വിളിച്ചിരുന്നു. ശിലാസ്ഥാപനം നടത്താൻ വീട്ടിലേക്ക് പോകണം. അവിടുന്നാണ് കന്നി തോന്നുന്നു. പഴയ വീട് താമസം കലാകാരനാണ്. കേടില്ല. സമയം